കുറേ കോൺട്രാക്ടേഴ്സ് ഒരു ലോ പ്രൈസ് കോട്ട് കൊടുക്കും. അതായത് അവർക്ക് വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ഐറ്റംസ് ഒഴിവാക്കിയിട്ട് ഒരു കുറഞ്ഞ കോട്ട് കൊടുത്തിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ എന്തുണ്ടാവും, ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് കുറേ ആഡോൺസ് വരും. ആഡോൺസ് വരുമ്പോഴത്തേക്ക് ഇനീഷ്യലി നമ്മൾ കാണുന്നതിനെക്കാട്ടും ഒരുപാട് ഒരു ഹയർ ഫിഗറിലേക്ക് ഒരു അവസാനം ആ പ്രൊജക്റ്റ് എൻഡ് ചെയ്യും. സോ നമ്മുടെ മുമ്പിൽ വരുന്ന ക്ലയൻറ്റ്സ് പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവർ വീടുണ്ടാക്കുന്ന സമയത്ത് തീരുമാനിക്കുന്ന സമയത്ത് ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഇനീഷ്യൽ പ്ലാൻ ചെയ്യുന്ന ഒരു എമൗണ്ടിൽ ഒരിക്കലും വീട് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് എക്സ്പെൻസ് കൂടുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയാറുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊട്ടേഷൻ കൊടുക്കുന്ന എപ്പോഴും ഒരു ബെസ്റ്റ് കേസ് സിനാറിയാണ്. പക്ഷേ അതിനകത്ത് ഡിലേ വരാം, അതിനകത്ത് മെറ്റീരിയൽ ചേഞ്ചസ് വരാം, ഒരുപാട് ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്ത് വരുമ്പം ഈ പ്രൈസസ് ഒക്കെ മാറും. ഇപ്പോൾ സ്കോപ്പ് മാറാം. എക്സാമ്പിൾ ഇപ്പം ക്ലയൻറ്റ് പറയും ഞങ്ങൾക്ക് ഇന്ന മോഡിഫിക്കേഷൻസ് ചെയ്യണം, അപ്പോൾ ആ സ്കോപ്പ് മാറി. മെറ്റീരിയൽ പ്രൈസ് മാറും, അപ്പോൾ വീണ്ടും എന്താണ് ഈ പ്രൈസസ് മാറി. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് വരാം, അപ്പം മിസ്റ്റേക്സ് വരാം, വീണ്ടും ഇഷ്യൂസ് വന്നു. പിന്നെ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസിൽ വരുന്ന വ്യത്യാസങ്ങൾ വരാം, അതായത് സോയിൽ കണ്ടീഷൻസ്, എക്സിസ്റ്റിംഗ് ലൈൻസ്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇങ്ങനെ മാറുമ്പം ഈ എൻറ്റയർ സംഗതിൻ്റെ ഒരു കോസ്റ്റ് സിനറി കംപ്ലീറ്റ്ലി മാറി. ഇനി ഇത് കൂടാതെ വേറെ ഫാക്ടർ ഉണ്ട്. കുറേ കോൺട്രാക്ടേഴ്സ് ഒരു ലോ പ്രൈസ് കോട്ട് കൊടുക്കും. അതായത് അവർക്ക് വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ഐറ്റംസ് ഒഴിവാക്കിയിട്ട് ഒരു കുറഞ്ഞ കോട്ട് കൊടുത്തിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ എന്തുണ്ടാവും, ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് കുറേ ആഡോൺസ് വരും. ആഡോൺസ് വരുമ്പോഴത്തേക്ക് ഇനീഷ്യലി നമ്മൾ കാണുന്നതിനെക്കാട്ടും ഒരുപാട് ഒരു ഹയർ ഫിഗറിലേക്ക് ഒരു അവസാനം ആ പ്രൊജക്റ്റ് എൻഡ് ചെയ്യും. അപ്പോൾ അതാണ് ഇപ്പോൾ ഒരു ബെസ്റ്റ് കേസ് സിനാറിയും പിന്നെ ഒരു റിയൽ സിനാറിയും തമ്മിലൊരു ഡിഫറൻസ് വളരെ എവിഡൻ്റ് ആണ്.